ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ റെക്കോർഡ് തിരുത്തിക്കുറിക്കാൻ പോവുകയാണോ? 24-ൽ നമ്മൾ കണ്ടു ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ IPO. $3.3 ബില്യൺ, അതായത് ഏകദേശം 24,000-ലധികം കോടി രൂപ സമാഹരിച്ച ആ വമ്പൻ റെക്കോർഡ്. എന്നാൽ ആ റെക്കോർഡ് ഇനി പഴങ്കഥയാകാൻ സാധ്യതയുണ്ട്. കാരണം വിപണി കാത്തിരുന്ന മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ 2026-ൽ IPOയുമായി വരാൻ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നമസ്കാരം, എക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് റിലയൻസ് ജിയോയുടെ IPO വിശേഷങ്ങളാണ്. 1. എന്താണ് ജിയോയുടെ വാല്യുവേഷൻ? 2. എന്തുകൊണ്ടാണ് വെറും 2.5% ഓഹരികൾ മാത്രം വിൽക്കാൻ അംബാനി തീരുമാനിക്കുന്നത്? 3. സ്റ്റാർലിങ്ക് എന്ന ഭീഷണിയെ ജിയോ എങ്ങനെ നേരിടും? 4. ഒരു സാധാരണ നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം നമുക്ക് കണക്കുകൾ നോക്കാം. നിങ്ങൾക്കറിയാമോ ജിയോ പ്ലാറ്റ്ഫോമേഴ്സിന്റെ ഇപ്പോഴത്തെ മതിപ്പ് വില എത്രയാണെന്ന്? ജെഫ്രീസ് എന്ന ആഗോള ധനകാര്യ സ്ഥാപനത്തിന്റെ 2026 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ജിയോയുടെ മൂല്യം ഏകദേശം $180 ബില്യൺ ആണ്. അതായത് ഏകദേശം 15 ലക്ഷം കോടി രൂപ. ഇതൊരു ചെറിയ തുകയല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ജിയോയുടെ സാമ്പത്തിക പ്രകടനമാണ്. വെറുതെ ഒരു വാല്യുവേഷൻ പറയുകയല്ല ജെഫ്രീസ് ചെയ്തത്, അതിന് കൃത്യമായി കണക്കുകളുണ്ട്. 2025 അവസാന പാദത്തിലെ കണക്കുകൾ നോക്കിയാൽ ജിയോയുടെ ARPU അഥവാ ഒരാളിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി വരുമാനം 212 രൂപയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ മറ്റൊരു ടെലികോം കമ്പനികൾക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണിത്. മാത്രമല്ല ഓരോ മാസവും ഏകദേശം 80 ലക്ഷത്തിലധികം പുതിയ വരിക്കാരെയാണ് ജിയോ ചേർക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ 5G വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്നത് ജിയോ ആണ്. 5G വരിക്കാരുടെ എണ്ണത്തിൽ ചൈനയ്ക്ക് പുറത്ത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ കമ്പനിയായി ജിയോ മാറിക്കഴിഞ്ഞു. ഈ ഒരു കുതിപ്പാണ് 15 ലക്ഷം കോടി എന്ന വമ്പൻ മൂല്യത്തിലേക്ക് അവരെ എത്തിച്ചത്. ഇവിടെയാണ് രസകരമായ മറ്റൊരു കാര്യം. സാധാരണഗതിയിൽ ഒരു IPO വരുമ്പോൾ മിനിമം 5% ഓഹരികളെങ്കിലും പൊതുജനങ്ങൾക്ക് നൽകണം എന്നാണ് നിയമം. എന്നാൽ റിലയൻസ് ജിയോ പ്ലാൻ ചെയ്യുന്നത് വെറും 2.5% ഓഹരികൾ മാത്രം വിൽക്കാനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് സെബിയുടെ പുതിയ നിയമം ചർച്ചയാകുന്നത്. 5 ലക്ഷം കോടിക്ക് മുകളിൽ മൂല്യമുള്ള വമ്പൻ കമ്പനികൾക്ക് IPO സമയത്ത് 5%-ന് പകരം 2.5% ഓഹരികൾ വിറ്റാൽ മതിയാകും എന്നൊരു നിർദ്ദേശം നിലവിലുണ്ട്. ധനമന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഈ നിയമം. ഇത് പാസ്സായാൽ ജിയോയ്ക്ക് 2.5% വിറ്റാൽ മതിയാകും. ഇങ്ങനെ 2.5% വിറ്റാൽ പോലും ജിയോ വിപണിയിൽ നിന്ന് സമാഹരിക്കുന്നത് ഏകദേശം $4.5 ബില്യൺ ആയിരിക്കും. അതായത് ഹ്യുണ്ടായി ഇന്ത്യയുടെ റെക്കോർഡ് ജിയോ നിഷ്പ്രയാസം മറികടക്കുമെന്ന് സാരം. ഇനി നമുക്ക് 2025-ലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലെ AGM-ൽ മുകേഷ് അംബാനി ഒരു സൂചന നൽകിയിരുന്നു. 2026-ന്റെ ആദ്യ പകുതിയിൽ ജിയോ ലിസ്റ്റ് ചെയ്യുമെന്ന്. ആ വാക്ക് പാലിക്കപ്പെടാൻ പോവുകയാണ്. പക്ഷേ എന്തിനാണ് ഇപ്പോൾ ഇത്ര തിടുക്കം? ഉത്തരം ലളിതമാണ്. ഇത് മത്സരമാണ്. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് 2026 അവസാനത്തോടെ ഇന്ത്യയിൽ പ്രവർത്തനം ശക്തമാക്കാൻ സാധ്യതയുണ്ട്. പലരും ചോദിക്കാറുണ്ട് സ്റ്റാർലിങ്ക് വന്നാൽ ജിയോ വീഴില്ലേ എന്ന്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. വില തന്നെയാണ് ഇതിന്റെ പ്രധാനം. റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റാർലിങ്കിന്റെ സേവനം ഇന്ത്യയിൽ ലഭിക്കാൻ ഹാർഡ്വെയറിന് മാത്രം 30,000 രൂപയോളം ചെലവ് വന്നേക്കും. മാസം തോറും ഏകദേശം 8,000 രൂപയോളം വരിസംഖ്യയും നൽകേണ്ടി വരും. എന്നാൽ ജിയോയുടെ കാര്യമോ? സാധാരണക്കാരന് താങ്ങാനാവുന്ന നിരക്കിൽ ജിയോ എയർ ഫൈബർ വഴി വീടുകളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർലിങ്ക് ഒരു പ്രീമിയം സേവനമായി നിൽക്കുമ്പോൾ സാധാരണക്കാരുടെ വിപണി ജിയോയുടെ കൈകളിൽ തന്നെ ഭദ്രമായിരിക്കും. മാത്രമല്ല ജിയോ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല കണ്ടുവെക്കുന്നത്. സ്വന്തമായി വികസിപ്പിച്ച 5G സാങ്കേതികവിദ്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും അംബാനിക്ക് പദ്ധതിയുണ്ട്. ഇതൊരു പുതിയ വരുമാന മാർഗമായി മാറും. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എങ്കിൽ കയ്യിലുള്ള പണം മുഴുവൻ ജിയോ IPOയ്ക്ക് മാറ്റിവെക്കാമെന്ന്. എന്നാൽ ആവേശം കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1. IPOയുടെ കൃത്യമായ തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. 2. ഹ്യുണ്ടായി IPO ഓർമ്മയുണ്ടല്ലോ. വലിയ ഹൈപ്പ് ഉണ്ടായിട്ടും വാല്യുവേഷൻ കൂടിയതുകൊണ്ട് ലിസ്റ്റിംഗ് ദിവസം വലിയ ലാഭം കിട്ടിയില്ല. അതുകൊണ്ട് ജിയോയുടെ കാര്യത്തിലും വാല്യുവേഷൻ അല്ലെങ്കിൽ ഓഹരി വില എത്രയായിരിക്കുമെന്നത് വളരെ പ്രധാനമാണ്. ചുരുക്കത്തിൽ 2026 ഇന്ത്യൻ വിപണിക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ വർഷമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ജിയോയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഈ പേര് ഇപ്പോഴേ എഴുതി വെക്കാം. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമ്മളത് ചർച്ച ചെയ്യുന്നതാണ്. ഈ വീഡിയോ അറിവിലേക്ക് മാത്രമുള്ളതാണ്, നിക്ഷേപ നിർദ്ദേശമല്ല. നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നടത്തുക.